പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാംഫുൾ മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബെനിഫിഷ്യലായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലേ. എന്തൊക്കെയായിരുന്നു? കേർഡും ബ്രെഡും ഉണ്ടാക്കുന്നതിന് നമ്മൾ മൈക്രോ ഓർഗാനിസത്തെ യൂസ് ചെയ്യും. അതുപോലെ കൊമേഴ്ഷ്യൽ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം, മെഡിസിനൽ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം, പിന്നെന്താ പഠിച്ചേ? മൈക്രോ ഓർഗാനിസം സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചല്ലേ. പിന്നെ നമ്മുടെ എൻവിറോൺമെൻറ്റ് ക്ലീൻ ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കുന്നത് മൈക്രോ ഓർഗാനിസം പ്ലാന്റ്സിലും ആനിമൽസിലും ഹ്യൂമൻസിലുമൊക്കെ എങ്ങനെയാണ് ഹാംഫുള്ളായിട്ടുള്ളതെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത് കേട്ടോ. Microorganisms are harmful in many ways. Some of the microorganisms cause diseases in human beings, plants and animals. Such disease-causing microorganisms are called pathogens. ഇപ്പോൾ നോക്കിയാൽ പ്ലാന്റ്സിലും ആനിമൽസിലും ഹ്യൂമൻ ബീയിങ്ങിലുമൊക്കെ ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം എന്തുണ്ടാക്കും? ചില ഡിസീസസ് ഉണ്ടാക്കും അല്ലേ. അങ്ങനെയുള്ള ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസത്തിനെയാണ് പാത്തജൻ എന്ന് പറയുന്നത് കേട്ടോ. സം മൈക്രോ ഓർഗാനിസംസ് സ്പോയിൽ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ലെതർ. ലെറ്റ് us സ്റ്റഡി മോർ അബൌട്ട് ദെയർ ഹാംഫുൾ ആക്ടിവിറ്റീസ്. അപ്പോൾ ചില മൈക്രോ ഓർഗാനിസംസ് ഫുഡ് സ്പോയിൽ ചെയ്യും, അതേപോലെ ക്ലോത്തിങ്ങും ലെതറും ഒക്കെ എന്ത് ചെയ്യും? സ്പോയിൽ ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതെങ്ങനെയാണ് ഈ ഹാംഫുൾ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ഹ്യൂമൻസ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് ഹ്യൂമൻസിൽ എന്തൊക്കെ ഡിസീസാണ് വരുത്തുന്നത്, ഏതൊക്കെ മൈക്രോ ഓർഗാനിസമാണ് ഈ ഡിസീസ് കൊണ്ടുവരുന്നത്, അതേപോലെ ഈ ഡിസീസിനെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതൊക്കെയാണ് ഈ പോർഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. Pathogens enter our body through the air we breathe, the water we drink or the food we eat. അപ്പോൾ പാത്തജൻ എന്താണെന്ന് നമ്മളിപ്പോൾ നോക്കിയത്? ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസത്തിനെയാണ് പാത്തജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ പാത്തജൻസ് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത്? നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ, പിന്നെ നമ്മൾ വാട്ടർ ഡ്രിങ്ക് ചെയ്യുമ്പോൾ, ഫുഡ് കഴിക്കുമ്പോൾ ഒക്കെയാണ് ഈ പാത്തജൻസ് നമ്മുടെ ബോഡിയിൽ എൻട്രി ചെയ്യുന്നത്. ദേ ക്യാൻ ഓൾസോ ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ബൈ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ ഓർ ക്യാരിഡ് ത്രൂ ആൻ ആനിമൽ. അതേപോലെ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിലും ഈ പാത്തജൻസിന് നമ്മുടെ ബോഡിയിൽ എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ആനിമൽസിൽ കൂടി ആനിമൽസ് എന്ത് ചെയ്യും? ഇതിനെ ക്യാരി ചെയ്യും. Microbial diseases that can spread from an infected person to a healthy person through air, water, food or physical contact are called communicable diseases. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് മറ്റൊരാളിലേക്ക് എയറിലൂടെയോ വാട്ടറിലൂടെയോ ഫുഡിലൂടെയോ ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെയോ ഈ ഡിസീസ് പകരുന്നതിനെയാണ്, സ്പ്രെഡ് ആകുന്നതിനെയാണ് എന്തു പറയുന്നത്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത് അല്ലേ. ആ ഡിസീസസിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത് അല്ലേ. എക്സാമ്പിൾസ് ഓഫ് സച്ച് ഡിസീസസ് ഇൻക്ലൂഡ് കോളറ, കോമൺ കോൾഡ്, ചിക്കൻ ബോക്സ് ആൻഡ് ട്യൂബർകുലോസിസ്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? കോളറ, കോമൺ കോൾഡ്, ചിക്കൻ ബോക്സ്, ട്യൂബർകുലോസിസ്. ഇതെല്ലാം എന്ത് ചെയ്യും? ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് അടുത്ത ആളിലേക്ക് സ്പ്രെഡ് ആകുന്ന ഡിസീസസ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ബ്രീത്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിൽ എൻട്രി ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. When a person suffering from common cold sneezes, fine droplets of moisture carrying thousands of viruses are spread in the air. The viruses may enter the body of a healthy person while breathing. കോമൺ കോൾഡുള്ള ഒരാൾ സ്നീസ് ചെയ്യുന്ന ഉടനെ എന്ത് ചെയ്യും? അവരുടെ വായിൽ നിന്ന് ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ വെളിയിലേക്ക് വരും അല്ലേ. അപ്പോൾ ആ ഡ്രോപ്ലെറ്റ്സ് തൗസൻഡ്സ് ഓഫ് വൈറസസിനെയാണ് എന്ത് ചെയ്യുന്നത്? ക്യാരി ചെയ്യുന്നത്. അത് ഈ എയറിൽ എന്താവും? സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ഒരു ഹെൽത്തി പേഴ്സൺ അവിടെ ഉണ്ടെങ്കിൽ അവർ ബ്രീത്ത് ചെയ്യുന്ന ഉടനെ ഈ വൈറസസ് എന്ത് ചെയ്യും? അവരിലേക്ക് എൻട്രി ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ സ്നീസ് ചെയ്യുന്ന ഉടനെ ഹാൻഡ് കർച്ചീഫ് ഉപയോഗിച്ച് നമ്മുടെ മൗത്ത് അല്ലെങ്കിൽ നോസ് എന്ത് ചെയ്യണം? പൊത്തി പിടിച്ചിട്ട് നമ്മൾ സ്നീസ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് കേട്ടോ.
There are some insects and animals which act as carriers of disease causing microbes. ചില ഇൻസെക്ട്സും ആനിമൽസും ഒക്കെ ഡിസീസ് കോസിങ് മൈക്രോബ്സിൻ്റെ ക്യാരിയേഴ്സ് ആകാറുണ്ട് കേട്ടോ. ഹൗസ് ഫ്ലൈ ഈസ് വൺ സച്ച് ക്യാരിയർ. ഹൗസ് ഫ്ലൈ അതുപോലെയുള്ള ഒരു ക്യാരിയറാണ്. ദ ഫ്ലൈസ് സിറ്റ് ഓൺ ദ ഗാർബേജ് ആൻഡ് ആനിമൽ എക്സ്ക്രീറ്റ. പാത്തജൻസ് സ്റ്റിക്ക് ടു ദെയർ ബോഡീസ്. വെൻ ദീസ് ഫ്ലൈസ് സിറ്റ് ഓൺ അൺകവേർഡ് ഫുഡ് ദേ മേ ട്രാൻസ്ഫർ ദി പാത്തജൻസ്. അപ്പോൾ ഗാർബേജിലും ആനിമൽ എക്സ്ക്രീറ്റയിലൊക്കെ ഈ ഫ്ലൈസ് ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പാത്തജൻസ് അവരുടെ ബോഡിയിൽ സ്റ്റിക്ക് ചെയ്യും. ഈ ഫ്ലൈസ് നമ്മൾ തുറന്ന് വെച്ചിരിക്കുന്ന ഫുഡിൽ വന്നിരുന്ന് കഴിയുന്ന ഉടനെ എന്ത് ചെയ്യും? ഈ പാത്തജൻസ് ഫുഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഹൂവർ ഈറ്റ്സ് ദ കണ്ടാമിനേറ്റഡ് ഫുഡ് ഈസ് ലൈക്ലി ടു ഗെറ്റ് സിക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ഈ പാത്തജൻ ട്രാൻസ്ഫറായ ഈ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ആര് കഴിക്കുന്നു അവരെന്താവും? സിക്കാവും. സോ ഇറ്റ് ഈസ് അഡ്വൈസബിൾ ടു ഓൾവേസ് കീപ് ഫുഡ് കവേർഡ്. അവോയ്ഡ് കൺസ്യൂമിങ് അൺകവേർഡ് ഐറ്റം ഓഫ് ഫുഡ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫുഡ് എപ്പോഴും കവർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ മൂടി വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അൺകവേർഡായിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. Another example of a carrier is the female Anopheles mosquito which carries the parasites of malaria. അപ്പോൾ മലേറിയയുടെ പാരസൈറ്റിനെ ക്യാരി ചെയ്യുന്ന എന്താണ്? അനോഫിലസ് മോസ്കിറ്റോസ്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് ആണ് മലേറിയയുടെ പാരസൈറ്റിനെ ക്യാരി ചെയ്യുന്നത്. ഇത് ക്യാരിയറിനുള്ള വേറൊരു എക്സാമ്പിളാണ് കേട്ടോ. ഫീമെയിൽ ഏഡസ് മോസ്കിറ്റോ ആക്ട്സ് ആസ് ക്യാരിയർ ഓഫ് ഡെങ്കു വൈറസ്. അപ്പോൾ ഡെങ്കു വൈറസിനെ ക്യാരി ചെയ്യുന്ന എന്താണ്? ഫീമെയിൽ ഏഡസ് മോസ്കിറ്റോ എന്ന് പറയുന്ന മോസ്കിറ്റോയാണ് ഡെങ്കു വൈറസിനെ ക്യാരി ചെയ്യുന്നത്. ഹൗ ക്യാൻ വി കൺട്രോൾ ദ സ്പ്രെഡ് ഓഫ് മലേറിയ ഓർ ഡെങ്കി? അപ്പോൾ ഈ മലേറിയയും ഡെങ്കിയൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കൊതുകാണ് ഇതൊക്കെ പരത്തുന്നത് അല്ലേ. അപ്പോൾ ഈ കൊതുകിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മലേറിയയും ഡെങ്കിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. All mosquitoes breed in water, hence one should not let water collect anywhere in coolers, tires, flower pot, etc. By keeping the surroundings clean and dry, we can prevent mosquitoes from breeding. അപ്പോൾ ഈ മോസ്കിറ്റോസ് മുട്ടയിടുന്നത് എവിടെയാണ്? വെള്ളത്തിലാണ് അല്ലേ. അപ്പോൾ മഴക്കാലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൊതുകുകളെ കാണുന്നത്. എന്തുകൊണ്ടാണ്? മഴക്കാലം ആകുന്ന ഉടനെ നമ്മൾ വേസ്റ്റായിട്ട് കളഞ്ഞിരിക്കുന്ന ബോട്ടിൽസിലും ടയറുണ്ടെങ്കിൽ അതിൽ ഫ്ലവർ പോട്ടിലും എല്ലാം വെള്ളം കെട്ടി നിൽക്കും അല്ലേ. ഈ മോസ്കിറ്റോ വന്ന് അതിൽ മുട്ടയിട്ടിട്ട് അത് എന്ത് ചെയ്യും? ഒത്തിരി ആയിട്ട് ഇൻക്രീസ് ആവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കണേ എന്ത് ചെയ്യണം? നമ്മൾ ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതിനെ നമ്മൾ ഇല്ലാതെയാക്കണം. അത് ഇല്ലാതെയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മോസ്കിറ്റോസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മോസ്കിറ്റോ ഒത്തിരി ഇൻക്രീസ് ആവുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഡിസീസസിനെയും എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട് കണ്ടോ. ഈ ടേബിളിൽ മൈക്രോ ഓർഗാനിസം വഴി സ്പ്രെഡാകുന്ന ചില കോമൺ ഹ്യൂമൻ ഡിസീസിനെ പറ്റിയാണ് ഈ ടേബിളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ ഫസ്റ്റ് ഡിസീസ് ഏതാണെന്ന് നോക്കിയാൽ ട്യൂബർക്യുലോസിസ് ആണല്ലേ. ട്യൂബർക്യുലോസിസ് ബാക്ടീരിയ വഴിയാണ് സ്പ്രെഡാകുന്നത്. അതിൻ്റെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എയർ ആണ്. അടുത്തത് നോക്കിയാൽ മീസിൽസ് സ്പ്രെഡ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ഏതാണ്? വൈറസ് ആണല്ലേ. വൈറസ് എയറിലാണ് സ്പ്രെഡാകുന്നത്. മീസിൽസ് എയറിലാണ് സ്പ്രെഡാകുന്നത്. അടുത്തത് ചിക്കൻ ബോക്സിനും കാരണമാകുന്ന മൈക്രോ ഓർഗാനിസം വൈറസ് ആണ്. അത് എയർ വഴിയും കോണ്ടാക്റ്റ് വഴിയും സ്പ്രെഡാകും. നെക്സ്റ്റ് പോളിയോയ്ക്കും കാരണമാകുന്ന മൈക്രോ ഓർഗാനിസം വൈറസ് ആണ്. അത് എയറിലൂടെയും വാട്ടറിലൂടെയും സ്പ്രെഡാകും. അപ്പോൾ ഈ ഫസ്റ്റ് ഇതിൽ തന്നിരിക്കുന്നതിൽ നോക്കിയേ, ട്യൂബർക്യുലോസിസ് മാത്രമേ ഉള്ളൂ ബാക്ടീരിയ. മീസിൽസും ചിക്കൻ ബോക്സും പോളിയോയും വൈറസാണ് സ്പ്രെഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് ജനറലായിട്ട് എടുക്കാവുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. കീപ് ദ പേഷ്യൻറ്റ് ഇൻ കംപ്ലീറ്റ് ഐസൊലേഷൻ. കീപ് ദ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഓഫ് ദി പേഷ്യൻറ്റ് എവേ ഫ്രം ദോസ് ഓഫ് ദി അതേഴ്സ്. വാക്സിനേഷൻ ടു ബി ഗിവൺ അറ്റ് സ്യൂട്ടബിൾ ഏജ്. അപ്പോൾ ഇത്രയുമാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സായിട്ട് തന്നിരിക്കുന്നത്. അടുത്ത് നോക്കി കോളറ സ്പ്രെഡ് ചെയ്യുന്നത് ബാക്ടീരിയ ആണ്. അത് വാട്ടറിലൂടെയും ഫുഡിലൂടെയും സ്പ്രെഡാകും. പിന്നെ അടുത്തത് ടൈഫോയിഡും ബാക്ടീരിയ ആണ്. അത് വാട്ടറിലൂടെയാണ് സ്പ്രെഡാകുന്നത്. അപ്പോൾ അതിനെടുക്കേണ്ട ജനറൽ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്? മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ ആൻഡ് ഗുഡ് സാനിറ്ററി ഹാബിറ്റ്സ്. കൺസ്യൂം പ്രോപ്പർലി കുക്ക്ഡ് ഫുഡ് ആൻഡ് ബോയിൽഡ് ഡ്രിങ്കിങ് വാട്ടർ. വാക്സിനേഷൻ.
പേഴ്സണൽ ഹൈജീനും ഗുഡ് സാനിറ്ററി ഹാബിറ്റ്സും മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ പ്രോപ്പർലി കുക്ക്ഡ് ഫുഡും ബോയിൽഡ് ഡ്രിങ്കിങ് വാട്ടറുമേ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എന്ത് ചെയ്യുക, അതിന് വേണ്ടി വാക്സിനേഷൻ എടുക്കുക അല്ലേ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസീസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് ബി സ്പ്രെഡ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം വൈറസാണ്. അത് വാട്ടറിലൂടെയാണ് സ്പ്രെഡ് ആകുന്നത് അല്ലേ. അതിനുവേണ്ടി എടുക്കാവുന്ന ജനറൽ പ്രിവെൻറ്റീവ് മെഷർ എന്താണ്? ഡ്രിങ്ക് ബോയിൽഡ് ഡ്രിങ്കിങ് വാട്ടർ, പിന്നെ വാക്സിനേഷനും. അടുത്തത് മലേറിയ. മലേറിയയുടെ മൈക്രോ ഓർഗാനിസം പ്രോട്ടോസോവയാണ്. അത് സ്പ്രെഡ് ചെയ്യുന്നത് മോസ്കിറ്റോയാണ് അല്ലേ. അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷർ എന്താണ്? യൂസ് മോസ്കിറ്റോ നെറ്റ് ആൻഡ് റിപ്പല്ലൻസ്, സ്പ്രേ insecticides and control breeding of mosquitoes by not allowing water to collect in the surroundings. മോസ്കിറ്റോ നെറ്റും റിപ്പല്ലൻസും യൂസ് ചെയ്യാം. അതുപോലെ ഇൻസെക്ടിസൈഡ്സ് സ്പ്രേ ചെയ്യാം. പിന്നെന്താണ്, മോസ്കിറ്റോയുടെ ബ്രീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ സറൗണ്ടിങ്സിൽ വാട്ടർ കെട്ടിക്കിടക്കുന്നൊന്നും അനുവദിക്കാതെ നമ്മുടെ സറൗണ്ടിങ്സൊക്കെ ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലേറിയ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. ബാക്ടീരിയയും വൈറസും സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. നോക്കിയാൽ ബാക്ടീരിയ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് ഏതൊക്കെയാണ്? ട്യൂബർക്യുലോസിസും കോളറയും ടൈഫോയിഡുമാണ് കേട്ടോ. വൈറസ് സ്പ്രെഡ് ചെയ്യുന്നത് മീസിൽസ്, ചിക്കൻ ബോക്സ്, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി. അതേപോലെ പ്രോട്ടോസോവ ഏതാണ്? മലേറിയ. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം കേട്ടോ. Next, disease causing microorganisms in animals. Several microorganisms not only cause diseases in humans and plants but also in other animals. For example, anthrax is a dangerous human and cattle disease caused by a bacterium. Foot and mouth disease of cattle is caused by a virus. അപ്പോൾ ഈ മിക്കവാറുമുള്ള മൈക്രോ ഓർഗാനിസംസ് ഹ്യൂമൻസിലും പ്ലാന്റ്സിലും മാത്രമല്ല ആനിമൽസിലും ഡിസീസസ് വരുത്തുന്നുണ്ട് അല്ലേ. എക്സാമ്പിളാണ് ആന്ത്രാക്സ്. ആന്ത്രാക്സ് എന്ന് പറയുന്ന ഒരു ഡേഞ്ചറസ് ഹ്യൂമൻ ആൻഡ് ക്യാറ്റിൽ ഡിസീസാണ്. ഇതിന് കാരണമാകുന്നത് ബാക്ടീരിയമാണ്. അതേപോലെ ക്യാറ്റിൽസിൻ്റെ കന്നുകാലികളുടെ കാലിലും മൗത്തിലുമൊക്കെ വരുന്ന ഡിസീസിന് കാരണമാകുന്നതും എന്താണ്? വൈറസാണ്. Robert Koch discovered the bacterium Bacillus anthracis which causes anthrax diseases. Anthrax diseasന് കാരണമാകുന്ന ബാക്ടീരിയം ഏതാണ്? Bacillus anthracis. അടുത്തത് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് ഇൻ പ്ലാന്റ്സ്. Several microorganisms cause diseases in plants like wheat, rice, potato, sugarcane, orange, apple and others. The diseases reduce the yield of crops. അപ്പോൾ ചില മൈക്രോ ഓർഗാനിസംസ് പ്ലാന്റ്സിലും ഡിസീസസ് വരുത്തുന്നുണ്ട്. അതായത് വീറ്റ്, റൈസ്, പൊട്ടറ്റോ, ഷുഗർ കെയിൻ, ഓറഞ്ച്, ആപ്പിൾ അതുപോലെയുള്ള പ്ലാന്റ്സിലൊക്കെ ഈ മൈക്രോ ഓർഗാനിസം ഡിസീസിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസം വഴി ഡിസീസ് ഉണ്ടാകുന്നത് കൊണ്ട് ക്രോപ്സിൻ്റെ ഈൽഡും എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ആയി പോകുന്നു. ദേ ക്യാൻ ബി കൺട്രോൾഡ് ബൈ ദി യൂസ് ഓഫ് സെർട്ടൻ കെമിക്കൽസ് വിച്ച് കിൽ ദി മൈക്രോബ്സ്. അപ്പോൾ ചില കെമിക്കൽസ് യൂസ് ചെയ്തിട്ട് ഈ മൈക്രോബ്സിനെ നശിപ്പിച്ച് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് മൈക്രോ ഓർഗാനിസം വഴി പ്ലാന്റ്സിലുണ്ടാകുന്ന ചില കോമൺ ഡിസീസാണ് നമുക്കിവിടെ ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. ഫസ്റ്റ് എന്താണെന്ന് നോക്കിയേ, സിട്രസ് കാങ്കർ. അതിന് കാരണമാകുന്ന മൈക്രോ ഓർഗാനിസം ബാക്ടീരിയയാണ്. അത് എയറിലൂടെയാണ് അത് സ്പ്രെഡാകുന്നത്. അപ്പോൾ സിട്രസ് എന്ന് പറഞ്ഞാൽ നാരങ്ങ പോലെയുള്ള ചെടികളിലുണ്ടാകുന്ന ഒരു രോഗമാണിത്. ഇതിൻ്റെ ഒരു പിക്ചർ നമുക്കിവിടെ തന്നിട്ടുണ്ട് കണ്ടോ. അടുത്തത് റസ്റ്റ് ഓഫ് വീറ്റ്. അതിന് കാരണമാകുന്ന മൈക്രോ ഓർഗാനിസം ഫംഗൈ ആണ്. അത് എയറിലൂടെയും സീഡ്സിലൂടെയും സ്പ്രെഡാകും. അതേപോലെ നെക്സ്റ്റ് വൺ യെല്ലോ വെയിൻ മൊസൈക്ക് ഓഫ് ബിന്ദി. അത് വൈറസാണ് സ്പ്രെഡാക്കുന്നത്. അതിൻ്റെ ഇൻസെക്റ്റിലൂടെയാണത് സ്പ്രെഡാകുന്നത്. ഇന്ന് നമുക്ക് ഇത്രയും പോർഷൻ മതി. ഇനി ഇതിനകത്തെ ക്വസ്റ്റ്യൻ ആൻസറുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ക്യാരിയർ ഓഫ് മലേറിയ കോസിംഗ് പ്രോട്ടോസോവൻ ഈസ് ആൻസർ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ പാത്തജൻസ്? ആൻസർ ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് ആർ നോൺ ആസ് പാത്തജൻസ്. Next question, name any 2 human diseases caused by viruses. Answer measles, polio. Next question, name any 3 common plant diseases. Answer rust of wheat, citrus canker and yellow vein mosaic of Binde.
Next question, define communicable diseases. Give some examples. Answer, communicable diseases are microbial diseases that can spread from an infected person to a healthy person through air, water or other physical contact. Example, cholera, chickenpox, tuberculosis, common cold, etc. Next question, female dash mosquito acts as carrier of dengue virus. Answer, Aedes. Next question, name some microorganisms that cause disease in animals. Answer, foot and mouth disease of cattle caused by virus and anthrax diseases of human and cattle caused by bacterium. Next question, how does housefly spread diseases? Answer, houseflies sit on the garbage and animal excreta where pathogens stick to their bodies and these pathogens get transferred to uncovered food. When these flies sit on uncovered food items and the person consuming these food falls sick. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പോർഷൻസ് മതി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.